കുക്കിങ്ങിനോടുള്ള പ്യുവർ പാഷനും ഉണ്ട്. ബാങ്കിങ് ജോലി ഒഴിവാക്കി ഒരു റെസ്റ്റോറന്റ് മേലെ കടന്നു വന്ന ഒരു സംരംഭകരുടെ റെസ്റ്റോറന്റിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് അവരുടെ സിഗ്നേച്ചർ ഓംലെറ്റ്. ഇതിലെന്താ അധികം പ്രത്യേകത എന്നുള്ള എന്റെ ക്വസ്റ്റ്യൻ. ചോളറ്, ഉള്ളി, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനം, പക്ഷെ അതിന്റെ ആ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്, ആ വരട്ടി എടുക്കുന്നതിന്റെ വ്യത്യാസം ഉറപ്പായിട്ടും. ബീഫ് പെരളനാണ്, ഫ്രഷ് ബീഫ്, ഫ്രഷ് പാകിസ്ഥാനി പോർക്കിറച്ചിയാണ്. വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും ഞങ്ങൾ തന്നെ കുടിപ്പിക്കുന്ന മസാല തേങ്ങക്കൊത്തൊക്കെ ഇട്ട് 2 മണിക്കൂർ സ്ലോ കുക്ക്, അതായത് കുക്കർ ഉപയോഗിക്കേണ്ടത് ഡയറക്റ്റ് ഫയറിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇത് പ്രോൺസ് തവ ഫ്രൈ ആണ്. ഇതും എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എന്താ പറയുക, ഞാൻ വീട്ടിൽ എൻ്റെ അമ്മ പറഞ്ഞ പറ്റുള്ള റെസിപ്പിയാണ്. പിന്നെ ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷനാണ് ഒറോട്ടി. ഒറോട്ടി നമ്മൾ സാധാരണ അരിപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് കൈ കൊണ്ട് തരുന്നത്. പിന്നെ അത് നെയ്യ് തൂവിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കോഴിമുടി. കോഴിമുടി എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഇത് ഇൻസ്പയർഡ് പാലക്കാരുടെ റെസിപ്പിയാണ്. ഈ കോഴിമുടി എന്ന് പറഞ്ഞാൽ പാലക്കാരുടെ ഇതാണ് വരിക. പക്ഷെ അത് അവരുണ്ടാക്കുന്ന പോലെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിനകത്ത് എൻ്റെ ഒരു സുസ്മിത ടച്ച് ഉണ്ട് അതിനകത്ത്. അതാണ് അതൊരു ട്വിസ്റ്റ് വൃത്തിയൊക്കെയാണ് ചെയ്തേക്കണം. കഴിച്ചു നോക്കാം. അതിനകത്ത് മസാലാസ് ഒക്കെ ഞാൻ ആഡ് ചെയ്യും. സാധാരണ എല്ലാവരും പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കും. ഞാനാണ് അതൊക്കെ പൊടിക്കുക ആഡ് ചെയ്യുന്നത്. ഇത് നല്ല വറുത്തരച്ച കോഴി, മാജിക് ഉള്ളത്. പിന്നെ എന്താ പറയുക, ഇത് നമ്മൾ വെള്ളം തൊടാണ്ട് നല്ല തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന കോഴിക്കറിയാണ്. ആ പ്രോൺസ് തവ ഫ്രൈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ആ പ്രോൺസ് തവ ഫ്രൈൻ്റെ മസാലയും എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഏകദേശം 10ഓളം ചെമ്മീൻ അതിലുണ്ട്. അതിൻ്റെ ആ മസാല ഉണ്ടാകാൻ നിങ്ങൾക്ക് അറിയാം, കാശ്മീരി ചില്ലിയൊക്കെ മിക്സ് ചെയ്ത അവരുടെ ഒതന്റിക് ഹോം മെയ്ഡ് മസാലയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് പെരലും പിടിയും കോഴിയും എല്ലാം ഇവരുടെ ഒരു ഒതന്റിക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ഫുഡായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. നല്ലൊരു ഹോം മെയ്ഡ് ഫുഡ് കഴിച്ച ഫീലാണ് അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോഴുള്ളത്. പിടിയും കോഴിയും ജിഞ്ചർ ലെമണും എല്ലാ ഫുഡും അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. കോപ്പി ചെയ്യല്ല, അവരുടെ ഡിഫറൻസുകൾ ആ ഫുഡിൽ മാറ്റം വരുത്തി അവരുടെ സിഗ്നേച്ചർ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അവർ പുതുതായി ഒരുപാട് പോക്കറ്റ് ഫ്രണ്ട്ലി കോംബോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുസഫയില്ല, സഫീർ മാലിന്റെ പ്രകാശില്ല, ഞങ്ങളുടെ കടയിലാണ് പോകേണ്ടത്. ലൊക്കേഷൻ ഗൂഗിൾ നോക്കിയാൽ മതിയാവും.